അവൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന വേർഡ് അല്ലെങ്കിൽ നോക്കുന്നത് ഏട്ടൻ സ്കൂളിൽ പോയോ എന്നായിരിക്കും കേട്ടോ. കിടക്കുന്നുണ്ടെങ്കിൽ ഏട്ടനെ എണീപ്പിക്കാനുള്ള തത്രപ്പാടായിരിക്കും. ഉറങ്ങുന്നുണ്ടെങ്കിൽ അവൻ, അല്ലാന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയിന്നുണ്ടെങ്കിൽ അവൾക്ക് വേറൊന്നും ചെയ്യണ്ട, റെഡിയായി അവനെ യാത്രയാക്കാൻ പോകണം. അതാണ് അവളുടെ മെയിൻ സംഭവം എന്ന് പറയണത് കേട്ടോ. അതായത് മെയിൻ കാര്യം അവൾക്ക് അതാണ് ചെയ്യേണ്ടത്. അവൾ റെഡിയാവും, ഏട്ടൻ പോയിട്ടില്ല എന്ന് അറിഞ്ഞാൽ റെഡിയാവും. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയി, ഞങ്ങൾ കുറച്ച് കറങ്ങി വന്ന് മോർണിംഗ് റൊട്ടീൻസൊക്കെ ചെയ്തു കേട്ടോ. ഡൈപ്പർ ചേഞ്ച്, ഇടയിൽ കുളിപ്പിക്കൽ കാര്യങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞു. അവളുടെ പോറ്റി സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. പോറ്റി ട്രെയിനിങ്ങിന് ഇരുത്തുമെങ്കിലും അവൾ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. മേ ബി കിഡ്സ് ആർ ഡിഫറെൻ്റ് എന്ന് പറയുന്ന പോലെ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. ഞാൻ കുറച്ച് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല, കുറച്ച് ലേറ്റായി. ഞങ്ങളിപ്പോഴാണ് മെല്ലെ മെല്ലെ അത് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. മേ ബി 2 വയസ്സിന് മുമ്പ് എന്തായാലും കംപ്ലീറ്റ്ലി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. കിഡ്സ് ആർ ഡിഫറെൻറ്റ്, ഡോണ്ട് ഫോഴ്സ് ദം. അവർക്ക് സമയമെടുത്ത് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മളായിട്ട് നമ്മുടെ രീതികൾ ചെയ്യാതിരിക്കരുത്. അയ്യോ അവർ ചെയ്യുമ്പോൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിടാൻ പറ്റില്ല. നമ്മളും അതിന് അവരെ എൻകറേജ് ചെയ്യണം. ഒരുപാട് പേര് 6 മാസം തൊട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നു, സാധിച്ചില്ല. ഒരുപാട് ലേറ്റായി. 1.25 കഴിഞ്ഞപ്പോഴാണ് മെല്ലെ മെല്ലെ തുടങ്ങിയത്. പിന്നെ അതിന് ശേഷം ബാക്ക് ടു ബാക്ക് ഓരോരോ വയ്യായികയും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ബ്രേക്ക് വരുമായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി ഇതാവുന്നത്. അപ്പോൾ കുറച്ച് ദിവസം അവളോട് ടോയ്സ് കളിക്കാൻ പറഞ്ഞാൽ അവൾക്ക് ടോയ്സ് വേണ്ട. കുളിച്ച് റെഡി ആയതിനു ശേഷം വന്ന് എൻ്റെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ മെസ്സാക്കുകയാണ് അവളുടെ മെയിൻ ഹോബി. ഇടയിൽ ഞാൻ ഇൻ ബിറ്റ്വീൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഏട്ടൻ വന്നപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ രീതികളും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിക്കുക, അത് പറ്റുന്ന പോലെ പഠിപ്പിച്ചാൽ മതി. മറ്റുള്ള അഭിപ്രായങ്ങൾ നല്ലത് മാത്രം എടുക്കുക. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഫോളോ ചെയ്യാൻ മറക്കല്ല.